ഇൻകം ടാക്സിലെ ക്ലബിംഗ് ഓഫ് ഇൻകംസ്, അഗ്രഗേഷൻ ഓഫ് ഇൻകംസ് എന്നീ രണ്ട് പാർട്ടുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അഗ്രഗേഷൻ ഓഫ് ഇൻകംസ്. നമ്മൾ ഇൻകംസ് 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് ആയിരുന്നു നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകംസിൽ വരാത്ത ചില ഇൻകംസുകൾ അത് നമ്മൾ ഇൻകംസ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തും. അത്തരത്തിൽ വരുന്ന ഇൻകംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഷെയർ ഇൻ ഇൻകം ഓഫ് AOP ഓർ BOI സെക്ഷൻ 67. അതായത് ഒരാൾ എന്താണ് അസോസിയേഷൻ ഓഫ് പേഴ്സണിലോ അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വലിലോ മെമ്പറാണ്. അതിൻ്റെ മെമ്പറായിട്ട് കോൺട്രിബ്യൂഷൻ കിട്ടുന്ന ആ ഒരു ഷെയറിന്, ആ ഒരു പ്രോഫിറ്റ് എന്താവും, നമ്മുടെ ഇൻകംസിൻ്റെ കൂടെ അഗ്രഗേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അതാണ് ഒന്നാമത്തെ വരുന്നത്. ഇനി രണ്ടാമത്തെ വരുന്നത് എന്താണ്, ഡീംഡ് ഇൻകംസ് ആണ്. ഡീംഡ് ഇൻകംസ് അതായത് യഥാർത്ഥത്തിൽ അത് ഇൻകം ആയിട്ടല്ല ഉള്ളത്, അതെന്താണ് ഇൻകമായിട്ട് എന്നാലും നമ്മൾ അതിനെ അസ്യൂം ചെയ്യും, അതിനെ ഡീം ചെയ്യും. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തത് എന്താണ്, ക്യാഷ് ക്രെഡിറ്റ്സ് ആണ്. ഒരു അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന ക്യാഷ് ക്രെഡിറ്റ്, അതായത് കൃത്യമായിട്ട് അതിൻ്റെ സോഴ്സ് എന്തായിട്ടില്ല കാണിച്ചിട്ടില്ലെങ്കിൽ ആ ക്യാഷ് ക്രെഡിറ്റിനെ ഇൻകംസ് ആയിട്ട് ഡീം ചെയ്യുന്നതാണ് സെക്ഷൻ 68 പ്രകാരം. അതേപോലെ തന്നെ അത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന ഹെഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ഇൻകം ടാക്സിൽ ചാർജബിൾ ആവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ വരുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പക്ഷേങ്കിൽ അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്താണ് അതിൻ്റെ സോഴ്സ് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ഇൻകംസ് ആയിട്ട് എടുക്കും സെക്ഷൻ 69 പ്രകാരം. അതേപോലെ ഇൻകംസ് ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നതിൽ അതിനെ ചാർജ് ചെയ്യും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി മറ്റൊന്ന് വരുന്നത് അൺഎക്സ്പ്ലെയിൻഡ് മണി എക്സെട്ര. ഒരാളുടെ ഒരു അസസിയുടെ കയ്യിൽ എക്സ്പ്ലെയിൻഡ് ചെയ്യാൻ പറ്റാത്ത മണികൾ, സാധാരണ ടാക്സ് അതോറിറ്റീസൊക്കെ വന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഒരാളുടെ കയ്യിൽ അധികമായിട്ട് സോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പണം കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതേപോലെ ജ്വല്ലറി ഐറ്റംസ്, ഗോൾഡ് അങ്ങനെയുള്ള ഐറ്റംസ് അല്ലെ ബുള്ളിയൻ അതേപോലെയുള്ള ഐറ്റംസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് മുകളിൽ ടാക്സ് അടക്കേണ്ടി വരും. അതാണ് അൺഎക്സ്പ്ലെയിൻഡ് മണി എന്ന് പറയുന്നത്. ഇത് സെക്ഷൻ 69A പ്രകാരം ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നതിൽ അതിന് ചാർജ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, ഇനി വരുന്നത് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര നോട്ട് ഫുള്ളി ഡിസ്ക്ലോസ്ഡ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, അത്തരത്തിൽ വരുന്ന കേസിലും അതും എന്ത് ചെയ്യും, നമ്മൾ ടാക്സിൽ ചാർജ് ചെയ്യപ്പെടും. സെക്ഷൻ 69B പ്രകാരം ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നതിൽ അതിനെ ചാർജ് ചെയ്യും. ഇനി വരുന്നത് അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. ഒരു എക്സ്പെൻഡിച്ചർ കാണിച്ചിട്ടുണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ, പക്ഷേ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് ഇൻവോയ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഇൻകം ആയിട്ട് എന്ത് ചെയ്യും, ഡീം ചെയ്യും. ഓക്കെ, അപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ സെക്ഷൻ 69C പ്രകാരം ഇൻകം ഫ്രം അതർ സോഴ്സിൽ അതിന് ചാർജ് ചെയ്യപ്പെടുന്നതാണ്. ഇനി വരുന്നത് എമൗണ്ട് ബോറോഡ് ഓർ റീപെയ്ഡ് ഓൺ ഹുണ്ടി ആയിട്ട് ബോറോ ചെയ്യുന്നതോ അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് നടത്തുന്നതോ സെക്ഷൻ 69D പ്രകാരം അതിന് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ചാർജ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു ഡീംഡ് ഇൻകംസിൻ്റെ കേസിൽ അതിൻ്റെ ടാക്സേഷൻ റേറ്റ് വരുന്നത് 30%. നേരത്തെ പറഞ്ഞ 5 ഹെഡ്സിൻ്റെ കേസിലൊന്നും അതിൻ്റെ ടാക്സ് റേറ്റ് എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അത് നമുക്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്ന പാർട്ടിൽ പ്രത്യേകമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അഗ്രഗേഷൻ ഓഫ് ഇൻകംസ് എന്നുള്ളത് മനസ്സിലാക്കി നോക്കുക. അതായത് നമ്മുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകം കൂടാതെ ചില ഇൻകംസിനെ നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ എടുക്കുന്നതാണ്, അഗ്രഗേറ്റ് ചെയ്യുന്നതാണ്. ആ ഐറ്റംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ക്ലബിംഗ് ഓഫ് ഇൻകംസ്. ക്ലബിംഗ് ഓഫ് ഇൻകം മീൻസ് ഇറ്റ് ഈസ് ദി ഇൻക്ലൂഷൻ ഓഫ് ഇൻകം ഓഫ് അതർ പേഴ്സൺസ് ഇൻ ദി ഇൻകം ഓഫ് ദി അസസി. ഓക്കെ, ഒരു അസസിയുടെ ഇൻകത്തിൽ മറ്റൊരാളുടെ ഇൻകം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം, ക്ലബിംഗ് ഓഫ് ഇൻകംസ് എന്ന് പറയാം. ഓക്കെ, അതിൽ വരുന്ന ഐറ്റംസ് ആണ്. ഒന്നാമത്തത് ട്രാൻസ്ഫർ ഓഫ് ഇൻകംസ് വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഓക്കെ, ഒരു അസസിയുടെ ഇൻകംസിനെ മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്നു, ആ ഒരു ഇൻകംസ് ഉണ്ടാവാൻ കാരണമായ അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓക്കെ, അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകംസിനെ മാത്രം എന്ത് ചെയ്യുക, മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഒറിജിനൽ അസസി ആരാണോ ആ അസസിയുടെ മുകളിൽ തന്നെ എന്ത് ചെയ്യും, ആ ഇൻകംസ് ഇൻക്ലൂഡ് ചെയ്യും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് വരുന്നത് സെക്ഷൻ 60 പ്രകാരം. നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ 61 പ്രകാരം റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആണ്. ഒരാൾ എന്ത് ചെയ്തു, അയാളുടെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് അസറ്റിനെ മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വിത്ത് റിവോക്കബിൾ പവർ. അതായത് റിവോക്കബിൾ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദി ട്രാൻസ്ഫർ വിത്ത് പവർ ടു ടേക്ക് ബാക്ക് ദി അസറ്റ്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് തിരിച്ചെടുക്കാനുള്ള പവർ വെച്ചുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഫുള്ളി ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അത് തിരിച്ചിങ്ങ് വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തിൽ വെറുതെ ട്രാൻസ്ഫർ ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ ഉദ്ദേശം എന്താണ്? ടാക്സ് കൊടുക്കാതിരിക്കലാണ്. അപ്പോൾ അത്തരത്തിലൊരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സെക്ഷൻ 61 പ്രകാരം ഒറിജിനൽ അസസി ആരാണോ അയാളുടെ മുകളിൽ തന്നെ അത് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും, അത് അയാളുടെ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻകം ഓഫ് സ്പൗസ് ആണ്. ഒരു സ്പൗസിൻ്റെ ഇൻകം, അതായത് സ്പൗസ് എന്ന് പറയുന്നെങ്കിൽ ഒന്നുകിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്. ഓക്കെ, വൈഫിൻ്റെ ഇൻകംസ് ഹസ്ബൻഡിൻ്റെ ഇൻകത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്യപ്പെടും. നേരെ ഓപ്പോസിറ്റും വരും സെക്ഷൻ 64 പ്രകാരം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് അതിൽ വരുന്ന 2 ഐറ്റംസ് നോക്കുക. ഇൻകം ഓഫ് ദി സ്പൗസ് ബൈ വേ ഓഫ് സാലറി ഓർ കമ്മീഷൻ ഓർ ഫീസ് എനി അതർ ഫോം ഓഫ് റെമുനറേഷൻ. ഒരു സ്പൗസിന് കിട്ടുന്ന സാലറിയോ അല്ലെങ്കിൽ ഫീസോ അല്ലെങ്കിൽ അതേപോലെയുള്ള റെമുനറേഷൻ ഫ്രം എ കൺസേൺ ഇൻ വിച്ച് സച്ച് ഇൻഡിവിജ്വൽ ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. ഓക്കെ, ആ ഇൻഡിവിജ്വലിന് അതിൽ ആ ഇൻകത്തിൽ എന്തുണ്ട്? ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്പൗസിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് കിട്ടുന്ന ഇൻകംസ് ആണെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടില്ല. അല്ലാത്ത കേസിൽ ഒരു ഇൻഡിവിജ്വലിന് ആ ഇൻഡിവിജ്വലിൻ്റെ സ്പൗസിനുമായിട്ട് ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസിലാണെങ്കിൽ, അതായത് ആ പ്രോപ്പർട്ടി എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അത് പ്രത്യേകമായിട്ടുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസിലാണെങ്കിൽ മാത്രം അതെന്ത് ചെയ്യും? ആ സ്പൗസിൻ്റെ ഇൻകംസ് ഈ ഒരു അസസിയുടെ മുകളിൽ എന്ത് ചെയ്യും? അത് ഇൻക്ലൂഡ് ചെയ്യപ്പെടും. ഇനി നെക്സ്റ്റ് വരുന്നത് ഇഫ് ആൻ അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ടു ഹിസ് ഓർ ഹെർ സ്പൗസ്. ഒരു ഇൻഡിവിജ്വൽ ആ ഇൻഡിവിജ്വലിൻ്റെ സ്പൗസിന് എന്ത് ചെയ്തു? ഒരു അസറ്റിനെ ട്രാൻസ്ഫർ ചെയ്തു വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ. പ്രത്യേകമായിട്ട് കൺസിഡറേഷനും കാര്യങ്ങളൊന്നുമില്ലാതെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത അസറ്റും ഒറിജിനൽ അസസിയുടെ മുകളിൽ എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്യപ്പെടും. ഇതാണ് ഇൻകം ഓഫ് സ്പൗസ് എന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊന്ന് വരുന്നത് ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ ആണ്. ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നു? ആ ഇൻഡിവിജ്വലിൻ്റെ ഡോട്ടർ ഇൻ ലോയിന് അവരുടെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ. അങ്ങനെ വരുമ്പോൾ എനി ഇൻകം അറൈസിങ് ഫ്രം സച്ച് ഇൻകം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഇൻകം ഓഫ് ദി ട്രാൻസ്ഫറർ. ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ട്രാൻസ്ഫറുടെ മുകളിൽ എന്ത് ചെയ്യും? ഉൾപ്പെടുത്തും. ദെൻ ക്ലബിംഗ് ഓഫ് ഇൻകംസിൽ വരുന്ന മറ്റൊന്നാണ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ടു അതർ പേഴ്സൺസ് ഓർ AOP ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സ്പൗസ്. ഓക്കെ, ഒരു സ്പൗസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു അസറ്റിനെ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒന്നുകിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സണ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിൻ്റെ ബെനിഫിറ്റ്സ് ആർക്കാണ് കിട്ടുന്നത്? സ്പൗസിനാണെങ്കിൽ അത്തരം കേസിലും ആ ഇൻകംസിനെ ട്രാൻസ്ഫറുടെ ഇൻകത്തിലാണ് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ആണ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ. ഇതേപോലെ തന്നെ നെക്സ്റ്റ് 6ാമത്തെ വരുന്നത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ടു പേഴ്സൺസ് ഓർ AOP ഫോർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഹിസ് സൺസ് വൈഫ്. അതായത് ഡോട്ടർ ഇൻ ലോ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു, മകൻ്റെ ഭാര്യയ്ക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഒരു അസറ്റിനെ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു അസോസിയേഷനോ പേഴ്സണോ വിത്തൗട്ട് കൺസിഡറേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകംസിനെ ഒറിജിനൽ ട്രാൻസ്ഫറുടെ ഇൻകത്തിലാണ് അതിനെ എടുക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. 7th വണ്ണാണ് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ ചെയ്യുന്നു അസറ്റിനെ സ്പൗസിനോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ സൺസ് വൈഫിനോ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് സച്ച് അസറ്റ്സ് ആർ ഇൻവെസ്റ്റഡ് ബൈ ദി ട്രാൻസ്ഫറി ഇൻ എനി ബിസിനസ്. ആ ഒരു അസറ്റിനെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ഇൻഡിവിജ്വലിൻ്റെ അസറ്റിനെ സ്പൗസിനോ അല്ലെങ്കിൽ സൺസ് വൈഫിനോ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ സൺസ് വൈഫോ അല്ലെങ്കിൽ സ്പൗസോ എന്ത് ചെയ്യുന്നു? അസറ്റിനെ മറ്റൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രൊപ്പോർഷനേറ്റ് ഇൻകം എന്ത് ചെയ്യും? ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രൊപ്പോർഷനേറ്റ് ഇൻകം ഒറിജിനൽ ട്രാൻസ്ഫറുടെ മുകളിൽ എന്ത് ചെയ്യും? ടാക്സ് ഈടാക്കപ്പെടും. ഇനി 8ാമത്തത് ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ്. ഒരു മൈനർ ചൈൽഡിൻ്റെ കേസിൽ മൈനർ ചൈൽഡിൻ്റെ ഇൻകത്തിനെ നമ്മൾ പാരൻസിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ക്ലബ് ചെയ്യപ്പെടും. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് അതിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ മൈനർ ചൈൽഡ് ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആവാൻ പാടില്ല. അങ്ങനെയാകുമ്പം ക്ലബ് ചെയ്യപ്പെടില്ല. ഇനി അതേപോലെ തന്നെ ഇൻകം പിന്നെ ആ കുട്ടിയുടെ സ്കില്ലിൽ നിന്നും ഏൺ ചെയ്തത് ആവാനും പാടില്ല. ഓക്കെ, ഇഫ് ദി ഇൻകം ഈസ് നോട്ട് ഏൺഡ് ഔട്ട് ഓഫ് ഹിസ് സ്കില്ല്. അതേപോലെ തന്നെ അതർ ദാൻ ഫിസിക്കലി ഓർ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് മൈനർ ചൈൽഡ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില കേസിൽ പാരൻസിൻ്റെ ഇൻകംസിൽ എന്ന് പറഞ്ഞു. പാരൻസ് എന്ന് പറയുന്നത് ആരാകാം? മദർ ആവാം അല്ലെങ്കിൽ ഫാദർ ആവാം. രണ്ടാളുടെ ഇൻകത്തിലും എന്ത് ചെയ്യാം? ക്ലബ് ചെയ്യപ്പെടാം. അപ്പോൾ ആരുടെ ഇൻകത്തിൽ ക്ലബ് ചെയ്യപ്പെടാം എന്നുള്ള മറ്റൊരു ഡൗട്ട്സ് ആണ് അവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തത് വേർ ദി മാരേജ് ഓഫ് ഹിസ് പാരൻസ് സബ്സിസ്റ്റ്.
ഓക്കെ, പാരൻസിൻ്റെ മാരേജ്, അതായത് അച്ഛനും അമ്മയും തമ്മിലുള്ള മാരേജ് നിലവിലുണ്ടെങ്കിൽ, ഡൈവേഴ്സ് ആയിട്ടില്ലെങ്കിൽ, അത്തരം കേസിലാണെങ്കിൽ ഇൻ ദി ഇൻകം ഓഫ് ദാറ്റ് പാരൻറ്റ് ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ഗ്രേറ്റർ, ആരുടെ ഇൻകമാണോ കൂടുതലുള്ളത്, അമ്മയുടേതായോ അല്ലെങ്കിൽ അച്ഛൻ്റേതാണോ എന്ന് നോക്കുക. ആ കൂടുതലുള്ള ഇൻകത്തിലാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ക്ലബ് ചെയ്യപ്പെടുന്നത്. ഇനി ഇവിടെ രണ്ടാമത്തെ ഒരു കേസ് വരുന്നത് അവരുടെ മാരേജ് എന്ത് ചെയ്യുന്നില്ല, അസിസ്റ്റ് ചെയ്യുന്നില്ല. വേർ ദി മാരേജ് ഓഫ് ഹിസ് പാരൻസ് ഡസ് നോട്ട് സബ്സിസ്റ്റ്, അങ്ങനെയാണെങ്കിൽ ഹൂ മെയിൻറ്റെയിൻസ് ദി ചൈൽഡ് ഇൻ ദി പ്രീവിയസ് ഇയർ, ആരാണോ പ്രീവിയസ് ഇയറിൽ ആ കുട്ടിയെ നോക്കുന്നത്, ആരുടെ അണ്ടറിലാണോ ഉള്ളത്, ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഏത് പാരൻ്റാണോ ആ പാരൻറ്റിൻ്റെ ഇൻകത്തിലാണ് അതിനെ എന്ത് ചെയ്യപ്പെടുന്നത്, ക്ലബ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൈനർ ചൈൽഡിൻ്റെ നമ്മൾ ക്ലബ് ചെയ്യപ്പെടുമ്പോൾ ആ മൈനർ ചൈൽഡിൻ്റെ ഇൻകത്തിൽ നിന്നും 1500 മാക്സിമം എക്സംഷൻ കിട്ടും. അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 പ്രകാരം മൈനർ ചൈൽഡിൻ്റെ ഇൻകം ക്ലബ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, എക്സംഷൻ അപ് ടു 1500 വരെ കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ ക്ലബിംഗ് ഓഫ് ഇൻകംസിൽ വരുന്ന മറ്റ് 2 ഐറ്റംസ് ആണ്. ഒന്നാമത്തത് ട്രാൻസ്ഫർ ഓഫ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഓർ സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി ടു എ HUF. ഒരാളുടെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടിയെ HUFിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സെക്ഷൻ 64 സബ്സെക്ഷൻ 2 പ്രകാരം ഇതിനെ എന്ത് ചെയ്യും, ഇതിൻ്റെ റിയൽ പേഴ്സണിൻ്റെ മുകളിൽ ക്ലബ് ചെയ്യപ്പെടും, അവരുടെ ഇൻകത്തിന് മുകളിൽ എന്ത് ചെയ്യും, ക്ലബ് ചെയ്യപ്പെടും. മറ്റൊന്നാണ് ബിനാമി ട്രാൻസാക്ഷൻസ് എന്ന് പറയും. നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിനാമി ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a person enters into a transaction in the name of another person to avoid tax, that is known as ബിനാമി ട്രാൻസാക്ഷൻ. ഒരാൾ മറ്റൊരാളുടെ പേരിൽ എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസാക്ഷനിൽ ഏർപ്പെടുമ്പോൾ അങ്ങനെ വരുന്ന ട്രാൻസാക്ഷനെയാണ് എന്ത് പറയുന്നത്, ബിനാമി ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അയാളുടെ പേരിലല്ല ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്ന മറ്റൊരാളുടെ പേരിലാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകംസിനെ റിയൽ പേഴ്സൺ ആരാനോ ആ റിയൽ പേഴ്സണിൻ്റെ മുകളിലെ എന്ത് ചെയ്യും, ചാർജ് ചെയ്യപ്പെടും, ഇൻകം ടാക്സ് ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയുമാണ് ക്ലബിംഗ് ഓഫ് ഇൻകംസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഒരു അസസിയുടെ ഇൻകംസിൻ്റെ കൂടെ ഈ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന, ക്ലബ്ബ് ചെയ്യപ്പെടുന്ന ഇൻകംസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കിയത്. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദി ഇൻകം ഓഫ് എ ഫാമിലി ആസ് അണ്ടർ മിസ്റ്റർ ഗോകുൽ ഫ്രം ബിസിനസ് 3 lakh. Second one, Mrs. Gogul from employment 2 lakh. Then minor son of Gogul 10,000. Minor daughter of Gogul 6,000. Compute income of Mr. Gogul. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻകം ഓഫ് മിസ്റ്റർ ഗോകുലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് 2 കോളംസ് ആയിട്ട് കൊടുക്കുന്നു. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഗോകുൽ ഫ്രം ബിസിനസ് ആണ്. ഒന്നാമത്തത് ബിസിനസ് ഇൻകം. ഓക്കെ, ഗോകുലിൻ്റെ ബിസിനസ് ഇൻകം എത്രയാണ്, 3 lakh ആണ് വരുന്നത്. 3 lakh ആണ് വരുന്നത്. ഇവിടെ ഗോകുലിൻ്റെ ഇൻകമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ വന്നത് എന്താണ്, മിസ്സിസ് ഗോകുൽ ഫ്രം എംപ്ലോയ്മെൻ്റ് ആണ്. ഗോകുലിൻ്റെ വൈഫിൻ്റെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അവിടെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ക്ലബ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട, എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് മൈനർ സൺ ഓഫ് ഗോകുലാണ് രണ്ടാമത്തെ വരുന്നത്. മൈനർ സൺ. മൂന്നാമത്തെ വരുന്നത് മൈനർ സൺസ് ഇൻകമാണ്. എത്രയാണ്, 10,000 ആണ് തന്നത്. മൈനർ സൺ ആകുമ്പോൾ പാരൻറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അവിടെ എന്തുണ്ടാവും, എക്സംഷൻ ഉണ്ടാവും. അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 പ്രകാരം എക്സംഷൻ കിട്ടും. എത്ര, 1500. ഓക്കെ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും, 8500 കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്നതോ, നാലാമത്തത് തന്നിട്ടുള്ളത് മൈനർ ഡോട്ടറുടെ ഇതാണ് വരുന്നത്. മൈനർ ഡോട്ടേഴ്സ് ഇൻകമാണ് തന്നിട്ടുള്ളത്. എത്രയാണ്, 6000 ആണ് തന്നത്. അതിലും നമ്മൾ പറഞ്ഞതുപോലെ എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 എത്ര വരും, 1500. കണ്ടു കഴിഞ്ഞാൽ 4500. ഓക്കെ, 3 ലക്ഷവും 8500ഉം 4500ഉം കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നത്. ഓക്കെ, ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര വരും, 3,13,000 കിട്ടും. ഇതേ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ക്ലബിങ് നടത്തുന്നത്. കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്